വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വീഡിയോയിൽ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരീഖ് അതുപോലെ അഖ്ലാഖ് ഈ രണ്ട് വിഷയത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. താരീഖും അഖ്ലാഖും ഒറ്റ വിഷയമായിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. രണ്ട് വിഷയം കൂടെ 100 മാർക്ക്. അല്ലാതെ താരീഖ് വേറെ വിഷയവും ഫിഖ് അഖ്ലാഖ് വേറെ വിഷയമൊന്നുമില്ല, രണ്ടും ഒന്നിച്ചാണ്. നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. ശരി അടയാളപ്പെടുത്താം. ഇതിൽ കോളത്തിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും ഓരോ ചോദ്യത്തിന് നേരെയും. അപ്പോൾ അതിൽ ശരിയായത് മാത്രം ടിക്ക് ചെയ്യുക. 1, വെറുക്കപ്പെട്ടത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ്. വെറുക്കപ്പെട്ടത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് എന്ത്? ഓപ്ഷൻ ക്ഷമ, ലജ്ജ, നന്ദി. ശരിയായ ഓപ്ഷൻ ലജ്ജ എന്നാണ്. 2, ഏറ്റവും അധികം നരകത്തിൽ എത്തിക്കുന്ന അവയവം. ഓപ്ഷൻ കണ്ണ്, 2 കൽബ്, 3 നാവ്. മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായത്, നാവ്. 3, പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം. പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം. ഓപ്ഷൻ സിന, 2 സിരിഖത്ത്, 3 ഖത്ൽ, കൊലപാതകം. അതിലേതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. 4, ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം. ഏത് യുദ്ധത്തിലാണ് ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത്? കൊടുത്തിട്ടുണ്ട്. ഉഹദ്, 2 ബദർ, 3 മുഅ്തദ്. ശരിയായത് ഉഹദ് യുദ്ധത്തിലാണ്. 5, ഹജ്ജത്തുൽ വിദാ നടന്ന ഹിജ്റ വർഷം. വിടവാങ്ങൽ ഹജ്ജ്, അവസാനത്തെ ഹജ്ജിനാണ് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുക. അത് നടന്ന വർഷം. ഹിജ്റ 8, ഹിജ്റ 9, ഹിജ്റ 10. ശരിയായത് ഹിജ്റ 10ാം വർഷമാണ്. ഉത്തരം എഴുതാം. 1, കട്ടവൻ്റെ ഇഹലോക ശിക്ഷ. മോഷണം ചെയ്താൽ അവൻ്റെ പരലോകത്തല്ല, ഇഹലോകം, അതായത് നമ്മുടെ ഇസ്ലാമിക ഭരണകൂടത്തിലെ നിയമം എന്താണ്? അവൻ്റെ ശിക്ഷ അവൻ്റെ കൈ മുറിക്കണം എന്നതാണ്. 2, ശുക്ർ ഉണ്ടാവണം എന്തുകൊണ്ടെല്ലാം. 3 തരത്തിൽ ശുക്ർ ഉണ്ടാകാം. മനസ്സുകൊണ്ട്, അതുപോലെ തന്നെ വാക്കുകൊണ്ട്, 3 പ്രവൃത്തി കൊണ്ട്. ഈ 3 തരത്തിലും നമുക്ക് ശുക്ർ ഉണ്ടാകാം. 3, ഉഹദിൽ പതാക വഹിച്ചിരുന്നത് ആര്? ഉഹദ് യുദ്ധത്തിൽ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. ഇനി 5, ഗസ്വത്ത് എന്നാൽ എന്ത്? പലതവണ ചോദിച്ച ചോദ്യമാണ്. ഗസ്വത്ത് എന്നാൽ എന്താണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്കാണ് ഗസ്വത്ത് എന്ന് പറയാം. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന ചോദ്യമാണ് പൊതുപരീക്ഷയിൽ. 5, കിടങ്ങ് കീറുന്ന സ്വഹാബിമാർ എത്ര പേരുണ്ടായിരുന്നു? കിടങ്ങ് കീറുന്ന സ്വഹാബിമാർ എത്ര പേരുണ്ടായിരുന്നു? 3000 പേരുണ്ടായിരുന്നു. ഇനി ചോദ്യം 6, മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതൊക്കെയാണ് മദീനയിലെ ജൂതഗോത്രങ്ങൾ? അത് പഠിക്കണം. ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. ഇനി 7, അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും ആർക്ക്? അതിൻ്റെ ഒരു ആയത്തന്നുണ്ട്. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും. ചിലപ്പോൾ തെളിവ് ചോദിക്കും, അങ്ങനെ വേണമെങ്കിൽ വരാം. അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും എന്ന ഖുർആൻ ആയത്ത്, ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും, അതിനുള്ള തെളിവ് എന്താണ്? ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇങ്ങനെ ഇതുവരെ അങ്ങനെ പ്രവർത്തനം വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ പൊതുതരത്തിലുള്ള ചോദ്യങ്ങളാണ് പൊതുപരീക്ഷകളിലധികം ആവർത്തിച്ച് വരാറ്. പുതുതായിട്ട് വരാറ്. ഇനി 7,
8 പുരുഷൻ ധരിക്കൽ ഹറാമാണ്. എന്തെല്ലാം? പുരുഷന് ധരിക്കൽ ഹറാമായത് സ്വർണം, പട്ട്, ഇവയൊക്കെ പുരുഷന് ധരിക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ സ്ത്രീയുടെ വേഷം അതും ഹറാം തന്നെയാണ്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. 1 എല്ലാ വഴിപ്പെടലുകളുടെയും താക്കോലാണ്. ബ്രാക്കറ്റിൽ കാണാം തൗബ എല്ലാ വഴിപ്പെടലുകളുടെയും താക്കോലാണ്. അത് പൂരിപ്പിക്കാൻ വരാറുണ്ട് കേട്ടോ. 2 ലജ്ജ ഇല്ലാത്തവന് ഉണ്ടാവുകയില്ല. ലജ്ജ ഇല്ലാത്തവന് ഉണ്ടാകാത്തത് എന്താണ്? ഈമാൻ. ബ്രാക്കറ്റിലുണ്ട് ഈമാൻ. ലാ ഈമാന ലിമൻ ലാ ഹയാ അലഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം പഠിക്കണം. ലജ്ജയില്ലാത്തവന് ഈമാനം ഉണ്ടാവുകയില്ല, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 സുന്നത്തു നോമ്പുകാരനായി ഷഹീദായി. യുദ്ധത്തിൽ സുന്നത്ത് നോമ്പുണ്ടായിരുന്നു ആ സ്വഹാബിക്ക്. ആരാണ് ആ സ്വഹാബി? അത് മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഇത് ചോദ്യമായിട്ടും വരും കേട്ടോ. ഇതിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ്. ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് പരീക്ഷകളിലൊക്കെ, പൊതുപരീക്ഷകളിലൊക്കെ. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ നിന്ന് മക്കയിലേക്ക് അയച്ച സ്വഹാബി. ഹുദൈബിയ സന്ധി എന്നുള്ള പാഠം പഠിച്ചു. അതിൽ നബി തങ്ങൾ ഹുദൈബിയയിൽ നിന്ന് മക്കയിലേക്ക് അയച്ച സ്വഹാബി ആരാണ്? അത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അത് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. ഇനി 6 നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അതെന്താണ്? ഖൽബാണ്. ഇനി സാരം എഴുതാം, അർത്ഥം എഴുതാൻ വരാറുള്ള പ്രധാനപ്പെട്ടതാണ്. 1 ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖൻ. ഇത് മക്ക വിജയം എന്നുള്ള പാഠത്തിൽ മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, സത്യം വന്നു, അസത്യം നശിച്ചു. നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. 2 ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യഖ്ബലു തൗബത്തുൽ അബ്ദി മാലം യുഗർഗിർ. തീർച്ചയായും റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ സമയത്ത് റെഡിമെയ്ഡ് തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. 3 ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിനുൻ. അത് നമുക്ക് വലിയ പാപങ്ങൾ ആ പാഠത്തിലെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്. യഥാർത്ഥ മുഅ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല. ഇനി അടുത്ത പ്രവർത്തനമാണ് വിശദമാക്കാനുള്ളത്. 1 തബൂക്ക് യുദ്ധം വേണ്ടി വന്നില്ല. കാരണം എന്താണ്? ഇത് ആവർത്തിച്ചു വന്ന ചോദ്യമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. തബൂക്കിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായി. അതിനാൽ എന്ത് ചെയ്തു? ആ ഏറ്റുമുട്ടൽ ഒഴിവായി. 2 ഇഖ്ലാസ് എന്നാൽ എന്താണ്? എന്തിനാണ് ഇഖ്ലാസ് എന്ന് പറയാൻ? ഒരു അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. 3 വിശ്വാസപരമായ 2 ത്വരീഖത്തുകളുണ്ട്. ഏതൊക്കെയാണ് 2 ത്വരീഖത്ത്? 1 അശ്അരി ത്വരീഖത്തും 2 മാതുരീദി ത്വരീഖത്തും. ഈ 2 ത്വരീഖത്തുകളാണുള്ളത്. അവരുടെ ഇമാമിൻ്റെ പേരും പഠിച്ചു വെക്കണം. അവരുടെ ജനനം, വഫാത്ത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ 4 മദ്ഹബിൻ്റെ ഇമാമുകൾ, അവരുടെ ജനനവും അതുപോലെ വയസ്സും അതുപോലെ വഫാത്തും, ഇതൊക്കെ നിർബന്ധമാണ്. ഇനി 4 നരകത്തിൽ കൂടുതൽ സ്ത്രീകൾ ആയതിന് ഒരു കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് കണ്ടത്. അതിനുള്ള കാരണം എന്താണ്? അവർ ശാപം അധികരിപ്പിക്കുന്നവരാണ്, അതുകൊണ്ടാണ്. 5 ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠമായതും ഏതാണ്? ഉത്തരം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ശരീരം മടിക്കുകയും തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അതിനാൽ
കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം. ഇതുതന്നെയാണ് ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠമായതും. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കുക. 1. വമാ മുഹമ്മദുൻ ഡേഷ് ഖദ് ഖലത് ഡേഷ് അർ റസുലു. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസുലു. അതിൻ്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ മാത്രമാണ്. നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാരും പറഞ്ഞു എന്ന് ചോദിക്കും ചിലപ്പോൾ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ നബി തങ്ങൾ വഫാത്തായ സമയത്ത്. 2. അൻ തഅബുദ ഡേഷ് ക അന്നക ഡേഷ് ഫ ഇൻ ലം തകുൻ ഡേഷ് യറാക. പൂരിപ്പിക്കാം. അൻ തഅബുദല്ലാഹ ക അന്നക തറാഹു ഫ ഇൻ ലം തകുൻ തറാഹു ഫ ഇന്നഹു യറാക. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് അൽയൗമ അക്മൽതു ഡേഷ് വ അത്മംതു ഡേഷ് വ റളീതു ഡേഷ് ദീനൻ. അത് ഖുർആനിലെ ആയത്താണ്. അവസാനം ഇറങ്ങിയ ആയത്തും കൂടെയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ. 4. നമ്മുടെ നാവിൻ്റെ ഡേഷ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ നാടിൻ്റെ ഡേഷ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും പുരോഗതിയുമാണ് നമ്മുടെ ലക്ഷ്യം. അടുത്ത പ്രവർത്തനം ഹിജ്റ വർഷം എഴുതാനുള്ളതാണ്. 1. ഹുദൈബിയ സന്ധി നമുക്കറിയാമല്ലോ. നബി തങ്ങൾ ഉംറ ചെയ്യാൻ ആഗ്രഹിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വഹാബികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അയച്ചല്ലോ. ആ സംഭവം അത് ഏത് വർഷത്തിലാണ് നടന്നത്? ഹിജ്റ 6-ാം വർഷം. 2. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത് ഹിജ്റ 150-ലാണ്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് അതെന്നാണ്? അത് ഹിജ്റ 2-ാം വർഷത്തിലാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ അഖ്ലാഖ് താരീഖ് വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ അവസാനിച്ചു. ഇതുപോലെ കുറേ ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ നമ്മുടെ താരീഖ് അതുപോലെ ഫിഖ് എല്ലാ വിഷയങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. madrasa.guide എന്നാണ്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം.